ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൗമീസ് വേൾഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഇതിന് വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന 2-3 തരം സ്വീറ്റ് റെസിപ്പീസാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അതിനായി ഒരു പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ബദാം, 2 ടേബിൾ സ്പൂൺ പിസ്ത, 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല ഐറ്റമാണിത്. എന്തായാലും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ മെയിൻ ഐറ്റം ഡേറ്റ്സ് ആണ്. 2-3 മിനിറ്റ് ഇതൊന്ന് വഴറ്റിയ ശേഷം ഇതിലേക്ക് 30 ഡേറ്റ്സ് കുരു കളഞ്ഞത് എടുത്ത് ചേർക്കുക. നന്നായി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 7 മിനിറ്റ് വരെ നമുക്കിതിനെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കാം. ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാൻ പറ്റുന്ന പരുവമാവുമ്പോൾ മാത്രം നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. പാനിൽ സ്റ്റിക്കാവാതെ ഇതിങ്ങനെയുള്ളൊരു പരുവം എത്തുമ്പോൾ നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നമുക്കിതിനെ ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കാം. ഇനി ഇതിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് ഇഷ്ടമുള്ള തരത്തിലാക്കാം. യെല്ലോ ഡെസിക്കേറ്റഡ് കോക്കനട്ടോ എടുത്ത് അതിൽ കവർ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 2 എടുത്തിട്ടുണ്ട്. കുറച്ചെണ്ണം തേങ്ങാപ്പൊടിയിലും കുറച്ച് എള്ളിലും കവർ ചെയ്തെടുത്തു. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള തരത്തിൽ ഇതിൻ്റെ ഔട്ട് സൈഡ് നമുക്ക് ചെയ്യാം. പിന്നെ 3 തരത്തിലുള്ള ഡേറ്റ്സ് ലഡു ഇവിടെ റെഡിയായി. മൈ നെക്സ്റ്റ് റെസിപ്പി ഈസ് മിൽക്ക് പൗഡർ ബർഫി. ഇതിനും മെയിനായിട്ട് 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ഫസ്റ്റ് പാനിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുക. അതിലേക്ക് 1 ഗ്ലാസ് പാല്, ഈ പാല് നന്നായിട്ട് തിളച്ചു വരുമ്പോൾ 2 ഗ്ലാസ് പാൽപ്പൊടി ചേർക്കുക. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഷുഗറും ആഡ് ചെയ്യാം. ഷുഗർ അധികം വേണ്ടവർ ഷുഗർ അധികം ആഡ് ചെയ്യാം. നന്നായി മിക്സ് ചെയ്തെടുക്കുക. പാനിൽ സ്റ്റിക്ക് ആവാതെ ഇതുപോലെ
വിട്ട് വരുന്ന പരുവമാവുമ്പോൾ മാത്രം ഗ്യാസ് ഓഫ് ചെയ്യാം. ഏകദേശം ഇത് ഈ കാണുന്ന പരുവമാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റിക്കാത്ത പരുവത്തിൽ വരുമ്പോൾ മാത്രം പാനിൽ നിന്ന് മാറ്റാം. ഇനി ഈ മിക്സിനെ നമുക്ക് പിസ്ത ബദാമോ അണ്ടിപ്പരിപ്പോ എല്ലാം വെച്ച് കുറച്ച് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. സ്ക്വയർ ഷേപ്പിൽ ഒരു പേപ്പർ വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. ഇതിന് മുകളിൽ നട്ട്സൊക്കെ ഒന്ന് വിതറി കൊടുക്കാം. നമ്മുടെ മിൽക്ക് പൗഡർ ബർഫി റെഡി. ചൂടാറിയതിന് ശേഷം നമുക്കിത് സ്ക്വയർ ടൈപ്പിൽ കട്ട് ചെയ്തെടുക്കാം. മിൽക്ക് പൗഡർ ബർഫി റെഡി. ഇതിന് വരുന്ന ഗസ്റ്റിന് പെട്ടെന്ന് തന്നെ 2-3 ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചുകൊണ്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഡിഷാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റി ആൻഡ് എമ്മി 5 minutes recipe is ready.